നമ്മളിപ്പോൾ വയനാടുള്ള കുറവ ഐലൻഡ് കാണാൻ വേണ്ടി വന്നേക്കാണ്. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ഒരു ചങ്ങാടത്തിൽ കയറി വേണം ദ്വീപിലേക്ക് പോകാനായിട്ട്. ഈ സൈഡിൽ കാണുന്നത് കബനി നദിയാണ്. അതിനകത്താണ് ഈ ദ്വീപ് കിടക്കുന്നത്. ഇതാണ് ദ്വീപിലേക്ക് പോകാനുള്ള ചങ്ങാടങ്ങള്. ഇവിടെ ഇപ്പൊ ഈ മറ്റേ ബോട്ട് ഇതൊന്നുമില്ലേ ചേച്ചി? ഈ ബോട്ട് സർവീസ് ഇതൊന്നുമില്ലേ? കയാക്കിങ് ഇപ്പൊ നിർത്തി വെച്ചേക്കാണല്ലേ. ഒരു മനുഷ്യനുമില്ല അല്ലേ? ഇത് അക്കരയ്ക്ക് പോകാനുള്ള ചങ്ങാടമാണ്. ഇവിടെ കയാക്കിങ്ങിന്റെ പരിപാടി ഉണ്ട്. പക്ഷെ ഇപ്പൊ ആളില്ലാത്തതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചേക്കാണ്. അക്കരയിൽ നിന്ന് റിട്ടേൺ വരുന്ന ആളെയും കൊണ്ട് ചങ്ങാടം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കാണുന്നതാണ് കബനി, അല്ല സോറി, അപ്പുറത്ത് കാണുന്നതാണ് ഈ പറഞ്ഞ കുറവ ദ്വീപ്. അവിടെ നിന്ന് വരുന്ന ചങ്ങാടമാണ്. അതില് 3-4 പേരുണ്ട്. അവരുടെ ഇന്നത്തെ ഐലൻഡ് വിസിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മുളകള് അടുക്കി വെച്ചിട്ടാണ് ഈ ചങ്ങാടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതില് മുള കൊണ്ട് തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇവിടെ 2 ടൈപ്പ് ചങ്ങാടങ്ങളുണ്ട്. ഒന്ന് വലുതും 2 ചെറുതും. ഈ ചെറിയ ചങ്ങാടങ്ങളിൽ ആൾക്കാരെ കയറ്റി 20 മിനിറ്റ് ഈ കബനി നദി കൂടി സഫാരി ഉണ്ട്. വലിയ ചങ്ങാടമാണ് പ്രധാനമായിട്ടും അക്കരെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ചങ്ങാടത്തിലെ അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കുറവ ദ്വീപ് എത്തി നമ്മള്.
ഒരു ടീമിനെ വിട്ടിട്ട് മറ്റേ ടീമിനെ കൊണ്ട് തിരിച്ചവർ പോവുകയാണ്. മുള കൊണ്ടുണ്ടാക്കിയ പാലമാണ്. മൈഗ്രേറ്ററി ബേർഡ്സ് ആനിമൽ സൈറ്റിംഗ് സൂണൊക്കെ ഉണ്ടോ? പക്ഷേ ഈ ദ്വീപിൽ വളരെയധികം പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണത്. ഇവിടെ സൗണ്ട് പൊല്യൂഷൻ ഒട്ടുമേ ഇല്ല. ഒരു മരം ഇവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രെയിൻസൊക്കെ വല്ലാത്ത ഭംഗി. ഇപ്പോൾ സമയം 1:30 മണിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒട്ടും തന്നെ ചൂടില്ല. നല്ല തണവാണ് ഫീൽ ചെയ്യണത്. കുമിളം എന്ന് പറഞ്ഞ മരമാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ തേക്ക് കണ്ടു. ഒരുപാട് വെറൈറ്റീസ് സസ്യജാലങ്ങളുണ്ട് ഇവിടെ. ഈ ദ്വീപിൽ ആൾതാമസം ഇല്ല. ഇവിടെ വയനാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗം പേരും വന്നു പോകുന്നൊരു ദ്വീപാണിത്. വളരെ ശാന്തമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ദ്വീപാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നിത് കിടക്കുന്നത് മറ്റേ കബനി നദിയിലാണിത് ഇതിൻ്റെ കിടപ്പ്. ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാടം, പിന്നെ ഒരു ഫോട്ടോ സെഷൻ നടത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട് അവർ. ഇവിടെ ഒരു ചെറിയ നടപ്പാലം കാണാം. ഇതാണിപ്പോൾ ഇവിടെ നട്ടുച്ചയ്ക്ക് ഇതിൻ്റെ അകത്തെ കൂടി നടന്നാരത്ത ഒരു ഫീല്. വളരെ തണവാണ്. കണ്ണിന് നല്ല കുളിർമയുണ്ട്. അതുകൊണ്ട് 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അരുവിയുടെ സൈഡിലെത്തും. അവിടെ നമുക്ക് എൻജോയ് ചെയ്യാം നന്നായിട്ട്. നമ്മൾ ദ്വീപിൻ്റെ പടിഞ്ഞാറേ സൈഡിൽ നിന്നാണ് കയറിയത്. ഇപ്പോൾ നടന്ന് കിഴക്കേ സൈഡിലെത്തി. ഉദ്ദേശം ഒരു 500 മീറ്റർ വീതിയേ ഉള്ളൂ എന്ന് തോന്നുന്നതിന് ഈ ദ്വീപിന്.
കുടംപുളിയുടെ മരം. ഇവിടെ നദിയിൽ ഒരു തടിക്കഷ്ണം പോലൊരു സാധനം കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വാച്ച്മാൻ പറഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത്. ഒരു മുതലയാണ് ആ കിടക്കണത് അവിടെ. അതായത് ഈ നദിയിൽ കുറേ മുതലകളുണ്ട്, പക്ഷെ വേറെ അക്രമങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് വന്നുകൊണ്ട് ഒരാൾ പോലും ഇവിടെ ഇല്ല അധികം. സാധാരണഗതിയിൽ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. കുറവ ദ്വീപിൽ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ അവിടെ കുറച്ച് കല്ലുകളും വെള്ളവും ഒക്കെ ഉള്ള സ്ഥലത്തെത്തും നമ്മൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കല്ലിലൂടെ നടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി, അത്യാവശ്യം ഡെപ്ത് കുറഞ്ഞ സ്ഥലമാണ്. അവിടെ നമുക്ക് ഇറങ്ങി അത്യാവശ്യം കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കല്ലിന് നല്ല വഴുക്കലുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നല്ല കൂളിംഗ് ആണ്. ഇഷ്ടംപോലെ പാറകൾ കിടക്കുന്നുണ്ട് ഇവിടെ. അതിനിടയിൽ കൂടി ഈ വെള്ളം ഒഴുകി കബനിലേക്ക് പോവുകയാണ്. നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പോലത്തെ സ്ഥലം. ഈ കുറവ ഐലൻഡിലുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കാടിനുള്ളിലൂടെയുള്ള ഒരു നടത്തം. 2, ഇവിടെ വന്നുള്ള വെള്ളത്തിലുള്ള കളിയും പിന്നെ ഈ പാറയിലുള്ള നടത്തവും ഒക്കെ. പിന്നെ ഇവിടെ ഇത്ര നേരമായിട്ട് ഒരു ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദ്വീപിൽ വികസനം, ജനങ്ങൾ ഇഷ്ടം പോലെ പേര് വന്നു പോകണ്ടെങ്കിലും പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ യാതൊരു സാധനങ്ങളും ഈ ദ്വീപിൽ അവർ ഉണ്ടാക്കിയിട്ടില്ല. സിമെൻറ്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുള വെച്ചിട്ട് നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കുറവ ദ്വീപിലെ പാറക്കെട്ടും വെള്ളത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും. ഇവിടെ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ പേരിൽ മണ്ണ് ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുറവ ദ്വീപിലെ കാഴ്ചകൾ.